കൊച്ചി പള്ളുരുത്തിയിലുള്ള 27 വർഷമായി പ്രവർത്തിച്ചു വരുന്ന ഒരു ക്രിസ്ത്യൻ മാനേജ്മെന്റ് സ്കൂള് കുറെ മതമൗലികവാദികളുടെ ഒക്കെ പ്രശ്നം കാരണം പൂട്ടിയിട്ടിരിക്കുന്ന ഒരു വാർത്ത നിങ്ങൾ കേട്ടായിരുന്നോ? ഈ 2 ദിവസമായിട്ട് ഈ സ്കൂള് ഇവരുടെ ഭീഷണി കൊണ്ട് അടച്ചിട്ടിരിക്കുകയാണ്. സെന്റ് റീത്താസ് എന്നാണ് സ്കൂളിന്റെ പേര്. ആരാണ് ഇവിടെ പ്രശ്നം ഉണ്ടാക്കുന്നത്? എന്താണ് ഇപ്പൊ ഇവിടെ നടന്നിട്ടുള്ള ഒരു സംഗതി? നമ്മൾ സത്യത്തിൽ ഭയക്കേണ്ട രീതിയിൽ നമ്മുടെ നാട് എങ്ങോട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത്? എനിക്കിന്ന് നിങ്ങളെ അറിയിക്കാനുള്ളത് അതേപറ്റിയാണ്. ഞാൻ നേരിട്ട് കുറെ ആളുകളോട് സംസാരിച്ചറിഞ്ഞ കാര്യങ്ങൾ ഉൾപ്പെടെ ഞാൻ നിങ്ങളോട് പറഞ്ഞുതരാം. വിഷയത്തിലേക്ക് വരുന്നതിന് മുമ്പായി സാമ്പത്തിക പിന്തുണകളുടെ കാര്യം ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കുകയാണ്. മുഖ്യധാരാ മാധ്യമങ്ങൾ മറച്ചുവെക്കുന്ന വാർത്തകളാണ് ഞാൻ ജനങ്ങളിലേക്ക് അറിയിക്കാനായിട്ട് കുറച്ചുകൂടി ഇനീഷ്യേറ്റീവ് എടുക്കുന്നത്. അപ്പൊ അത് ഇഷ്ടമില്ലാത്ത കുറെ ആളുകളാണ് റിപ്പോർട്ട് അടിച്ച് നമ്മുടെ ചാനലിന്റെ വരുമാനം നിലച്ച അവസ്ഥയിൽ നമ്മളെ ഇപ്പോൾ ആക്കി വെച്ചിരിക്കുന്നത്. ഞാനിത് സോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ഹാക്കറിനെ ഏൽപ്പിച്ചിട്ട് ഇതിന്റെ കാര്യങ്ങൾ നോക്കുന്നുണ്ട്. 2-3 മാസത്തിനുള്ളിൽ പബ്ലിക് ഒപ്പീനിയൻ അതുണ്ടായിരുന്ന പഴയ റീച്ചിലേക്ക് തിരികെ വരും എന്ന് പ്രതീക്ഷിക്കുന്നുണ്ട്. എന്നാൽ അത് മാത്രമല്ല, അതോടൊപ്പം നമ്മൾ പാരലലി പൊളി ന്യൂസ് അല്ലെങ്കിൽ പൊളിറ്റിക്കൽ ന്യൂസ് പറഞ്ഞിട്ട് വേറൊരു യൂട്യൂബ് ചാനലും കൂടി ആരംഭിച്ചിട്ടുണ്ട്. ഇവിടെ ചെയ്യുന്ന പോലെ തന്നെ വീഡിയോസ് ഞാൻ അതിലും ചെയ്യും. അവിടെയും എനിക്ക് മോണിറ്റൈസേഷൻ വരുമാനം വരാനായിട്ടില്ല. അതിന് കുറച്ച് യൂട്യൂബിന്റെ ക്രൈറ്റീരിയാസ് ഉണ്ട്. 1000 സബ്സ്ക്രൈബേഴ്സ്, 4000 വാച്ച് അവർ, അപ്പൊ അതൊക്കെ വന്നതിന് ശേഷം എനിക്ക് അവിടെയും വരുമാനം ആവുന്നതായിരിക്കും. അപ്പൊ അതുവരെയും നിങ്ങളുടെ സാമ്പത്തിക പിന്തുണ എനിക്ക് ചാനൽ മുന്നോട്ട് കൊണ്ടുപോകാൻ ആവശ്യമാണ്. അതുകൊണ്ടാണ് ഞാനത് അഭ്യർത്ഥിക്കുന്നത്. അപ്പോൾ കൂടെ നിൽക്കുക. കാണാൻ ഇഷ്ടമുള്ളവർ മാത്രം. കാണാൻ ഇഷ്ടമില്ലാത്തവരാണെങ്കിൽ നിങ്ങൾ ഇതൊന്നും മൈൻഡ് ചെയ്യണമെന്നില്ല. അപ്പൊ ഈ പൊളി ന്യൂസിന്റെ ലിങ്കും ഞാൻ കമന്റിൽ കൊടുത്തേക്കാം. അതിൽ നിന്ന് നിങ്ങൾക്ക് കയറി സബ്സ്ക്രൈബ് ചെയ്യാവുന്നതാണ്. രണ്ടും കാണുക. പബ്ലിക് ഒപ്പീനിയൻ ഇല്ലാന്നല്ല, പബ്ലിക് ഒപ്പീനിയൻ ഒരിക്കലും ഇല്ലാതായി പോകാൻ ഞാൻ ജീവിച്ചിരിക്കുന്നിടത്തോളം സമ്മതിക്കുകയുമില്ല. ബിക്കോസ് പബ്ലിക് ഒപ്പീനിയൻ എന്റെ കുഞ്ഞാണ്. ഞാൻ ഇത്രയും കഷ്ടപ്പെട്ട് വളർത്തിയെടുത്ത ഒരു ചാനലാണ്. അതെനിക്ക് തിരികെ വേണം. അത് അങ്ങനെ തന്നെ പോവുകയും ചെയ്യും. പക്ഷെ എനിക്കിപ്പോൾ 2 കുഞ്ഞുങ്ങളുണ്ടെന്ന് മാത്രം. കാര്യം ക്ലിയർ ആയില്ലേ? അപ്പൊ നമുക്ക് വിഷയത്തിലേക്ക് വരാം. സെന്റ് റീത്താസ് സ്കൂളിൽ എന്താണ് സംഭവിച്ചിട്ടുള്ളത്? ഇതാണ്. അതൊരു ക്രിസ്ത്യൻ മാനേജ്മെന്റ് സ്കൂളാണ്. 27 വർഷമായി അവിടെ നടന്നുകൊണ്ട് പോകുന്ന സ്കൂളാണ്. ക്രിസ്ത്യൻ മാനേജ്മെന്റ് സ്കൂൾ എന്ന് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും വേർഡായിട്ട് ഫീൽ ചെയ്യുന്നുണ്ടോ? അല്ലെങ്കിൽ ക്രിസ്ത്യൻ മാനേജ്മെന്റ് സ്കൂൾ അങ്ങനെ തോന്നുന്നുണ്ടോ? അങ്ങനെ തോന്നേണ്ട ആവശ്യം ഇന്ത്യയിലെ ഒരാൾക്കും ഇല്ല. കാരണം ഇവിടെയുള്ള ആളുകൾക്ക് അക്ഷരാഭ്യാസം ഉണ്ടായത് ഇവിടെ ക്രിസ്ത്യൻ സ്കൂളുകളും ക്രിസ്ത്യൻ മിഷണറീസും വന്നതിന് ശേഷമാണെന്നുള്ളത് തർക്കമില്ലാത്ത കാര്യമാണ്. അവരതിന്റെ പുറകിൽ വേറെ മതപരിവർത്തനവും കാര്യങ്ങളൊക്കെ നടത്തിയിട്ടുണ്ടെന്നുള്ളതും ശരിയാണ്. പക്ഷേ വിദ്യാഭ്യാസം എന്നൊരു സംഗതി ആളുകളിലേക്ക് എത്തിക്കാൻ വലിയ രീതിയിൽ ക്രിസ്ത്യൻ മിഷണറിമാരുടെ സംഭാവനകൾ ഇവിടെ ഉണ്ടെന്നുള്ളത് നമുക്ക് തള്ളിക്കളയാൻ പറ്റുന്ന സംഗതിയല്ല. ഇപ്പോഴും ഇവിടെ പല മതവിഭാഗങ്ങളുടെ മാനേജ്മെന്റ് സ്കൂളുകൾ നിലവിലുണ്ട്. നമുക്കറിയാം മുസ്ലിം മാനേജ്മെന്റ് സ്കൂളുകളുണ്ട്, അതുപോലെ തന്നെ നളന്ദ പോലെയുള്ള സ്കൂളുകളുണ്ട്, അതുപോലെ ക്രിസ്ത്യൻ മാനേജ്മെന്റ് സ്കൂളുകളും ഉണ്ട്. അപ്പൊ ഇതൊരു ക്രിസ്ത്യൻ മാനേജ്മെന്റ് സ്കൂളാണ്. 27 വർഷമായി വളരെ നല്ല രീതിക്ക് തന്നെയാണ് അവിടെ നിലനിന്ന് പോകുന്നത്. അവിടേക്ക് ഒരു സ്കൂളിൽ നിന്നും സ്ഥലം മാറി മറ്റൊരു കുട്ടി വരുന്നു. അപ്പൊ കുട്ടി ഒരു സ്കൂളിലേക്ക് അഡ്മിഷൻ എടുക്കുന്ന സമയത്ത് നമുക്കറിയാം അവരുടെ നിയമാവലികൾ നമ്മൾ വായിച്ചു നോക്കിയിട്ടുണ്ടാവും. അപ്പൊ ഈ സ്കൂളിനുള്ള ഒരു ബൈലോ എന്താണെന്ന് വെച്ചാൽ സ്കൂൾ മാനേജ്മെന്റ് തീരുമാനിച്ചിരിക്കുന്ന ഒരു യൂണിഫോം ഉണ്ട്. അവിടെ എല്ലാ കുട്ടികളും ആ യൂണിഫോമിൽ വേണം വരാൻ. ആ യൂണിഫോമിൽ നിന്നും യാതൊരു രീതിയിലുള്ള വ്യത്യാസവും വരുത്താൻ പാടില്ല. ഇത് വായിച്ച് മനസ്സിലാക്കി സമ്മതിച്ച് ഒപ്പിടുന്നവർ മാത്രമാണ് ആ സ്കൂളിൽ പഠിക്കാൻ അഡ്മിഷൻ നേടുന്ന വ്യക്തികൾ. അപ്പൊ ഒരു കുട്ടി അവിടേക്ക് മാറി വരുന്നു. കുട്ടി മുസ്ലിം കുട്ടിയാണ്. ഈ ബൈലോ വായിക്കുന്നു, ഒപ്പിടുന്നു, അഡ്മിഷൻ എടുക്കുന്നു. 3 മാസങ്ങൾക്ക് ശേഷം കുട്ടിക്ക് ഹിജാബ് ധരിച്ചുകൊണ്ട് വരണം യൂണിഫോമിനോടൊപ്പം. അതാണ് ഇവിടുത്തെ പ്രശ്നം. അപ്പൊ ക്രിസ്ത്യൻ മാനേജ്മെന്റ് സ്കൂൾ പറഞ്ഞു അത് പറ്റില്ല. എന്തുകൊണ്ട് പറ്റില്ല? അപ്പൊ ഇവര് ചോദിക്കുന്നത് മുസ്ലിം എന്ന നിലയിൽ ഇതിന്റെ അവകാശമാണ്. പിന്നീട് ഇത് ചോദ്യം ചെയ്യാൻ വരുന്നത് കുറെ SDPI കാരാണെന്ന് ആലോചിക്കണം. തൃപ്പൂണിത്തുറയിലുള്ള SDPI നേതാവും കുറെ ആളുകളും ചേർന്നിട്ട് സ്കൂളിലേക്ക് ഇരച്ചു കയറുകയാണ്, ബഹളം ഉണ്ടാക്കുകയാണ്. എന്തുകൊണ്ട് ഹിജാബ് ധരിക്കാൻ ഞങ്ങളുടെ കുട്ടിയെ നിങ്ങൾ അനുവദിക്കുന്നില്ല? ഇത് മതപരമായ ഞങ്ങളുടെ അവകാശമാണ്, അത് വേണ്ടെന്ന് പറയാൻ ക്രിസ്ത്യൻ മാനേജ്മെന്റ് സ്കൂളിന് എന്താണ് അവകാശം എന്നും പറഞ്ഞുകൊണ്ടുണ്ടായ ബഹളമാണ്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക. യൂണിഫോം എന്ന സംഗതിയുടെ അർത്ഥം എന്താണ്? യൂണിഫോം എന്ന് വെച്ചാൽ ഒരുപോലെയുള്ളത് അല്ലെ? ഒരു ജോലി സ്ഥലത്തായാലും ഒരു ഓഫീസിലായാലും അല്ലെങ്കിൽ ഒരു സ്കൂളിലായാലും ഒക്കെ യൂണിഫോം എന്തിനാണ്? നമ്മുടെ സ്കൂളുകളിൽ എന്തുകൊണ്ടാണ് യൂണിഫോം ഉള്ളത്? നമുക്കറിയാം യൂറോപ്പിലെ കുട്ടികളൊന്നും യൂണിഫോം ഇട്ടിട്ടല്ല സ്കൂളിൽ പോകുന്നത് അല്ലെ? അപ്പൊ നമ്മുടെ നാട്ടിൽ മാത്രം യൂണിഫോം എന്ന് പറയുന്നത് ഓൾമോസ്റ്റ് മാൻഡേറ്ററി ആണ്. നമുക്കറിയാം കോളേജുകളിലും അതുപോലെ MBA ഒക്കെ പഠിക്കുന്നിടത്തും എല്ലാ സ്ഥലത്തും യൂണിഫോം ഉണ്ട്. എന്തുകൊണ്ടാണത്? യൂറോപ്പിലെ പോലെയല്ല, നമ്മുടെ നാട്ടിൽ പല സാമ്പത്തിക സ്ഥിതിയിലുള്ള കുട്ടികളാണ് ജീവിക്കുന്നത്. മനസ്സിലായില്ലേ? ഇപ്പൊ ഒരാൾക്ക് ഇടാൻ കഴിയുന്ന പോലെ വില കൂടിയ വസ്ത്രങ്ങളോ അല്ലെങ്കിൽ തിളങ്ങുന്ന വസ്ത്രങ്ങളോ ഇതൊന്നും മറ്റൊരു കുട്ടിക്ക് അഫോർഡബിൾ അല്ല. ഇന്ത്യയുടെ സാമ്പത്തിക സ്ഥിതി കുറെ കാലങ്ങളായിട്ട് ഇങ്ങനെ തന്നെയാണ്. അതിനൊക്കെ നമ്മൾ കരകയറി വരണം. അപ്പൊ സ്കൂളുകളിൽ കുട്ടികൾക്ക് ഇത്തരത്തിലുള്ള വിവേചനം നേരിടാൻ പാടില്ല. എനിക്ക് പണമില്ല, അതുകൊണ്ട് ഞാൻ കീറിയത് ഇടേണ്ടി വരുന്നു, മറ്റേ കുട്ടിക്ക് അച്ഛനും അമ്മയ്ക്കൊക്കെ കാശുണ്ട്, അവന് ഇത്തിരി തിളക്കത്തിലൊക്കെ വരുന്നു, ഈ ഒരു വിഷമം ഇല്ലാത്ത കുട്ടിക്ക് വരാതിരിക്കാൻ വേണ്ടിയാണ് നമ്മുടെ സ്കൂളുകളിൽ യൂണിഫോം നൽകിയിരിക്കുന്നത്. ഒരേപോലെ ഫീൽ ചെയ്യണം കുട്ടികൾക്ക്. വിവേചനം സാമ്പത്തികപരമായിട്ടോ മതപരമായിട്ടോ ഒരു രീതിയിലും വരാൻ പാടില്ല. ഇതൊരു ക്ലിയർ ആയിട്ടുള്ള ഒരു സിസ്റ്റമാണ്. ഇങ്ങനെയാണ് ഇവിടെ യൂണിഫോം സെറ്റ് ചെയ്തിരിക്കുന്നത്. ഇനി സെന്റ് റീത്താസ് സ്കൂളിന്റെ ബൈലോയിൽ വ്യക്തമായി പറഞ്ഞിരിക്കുന്ന ഒരു സംഗതി, യൂണിഫോമിൽ നിന്നും വേറൊരു കുട്ടി മാറരുത്. ഈ ഒരു സംഗതി കൊണ്ട് തന്നെയാണ് അവിടെ സിക്കുകാരായിട്ടുള്ള ഒരുപാട് കുട്ടികൾ പഠിക്കുന്നുണ്ട്. അവർക്ക് ടർബം കെട്ടാൻ പാടില്ല. നിങ്ങൾക്ക് അറിയാലോ സിക്കുകാർ എങ്ങനെ നടക്കുന്നത്? അവരുടെ ഐഡന്റിറ്റിയാണത് തലയിൽ ടർബം കിട്ടുന്നത്. പക്ഷേ ഈ ബൈലോ അംഗീകരിച്ച് അവിടെ ഒപ്പിട്ടിട്ട് പോയ ഒരു സിക്കുകാരനും ഒരു സിക്കുകാരന്റെ കുട്ടിയും ഇതുവരെയും ഞങ്ങൾക്ക് ടർബം കെട്ടാനായിട്ട് അനുവദിക്കണമെന്ന് പറഞ്ഞ് അവിടെ ബഹളം വെച്ചിട്ടില്ല. കാരണം എന്താ? അവർക്ക് ഡെക്കോറം എന്താണെന്നറിയാം, നിയമങ്ങൾ എന്താണെന്നറിയാം, ഒരു സ്ഥലത്ത് ചെല്ലുമ്പോൾ എങ്ങനെ പ്രവർത്തിക്കണം എന്നതും അറിയാം.
ആവശ്യമില്ലാത്ത ഇതുപോലത്തെ പ്രശ്നങ്ങൾ കൊണ്ട് കുട്ടികൾക്കിടയിൽ വരെ മതപരമായിട്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകുമെന്ന് തിരിച്ചറിയാം. എന്നാൽ ഇതൊന്നും തിരിച്ചറിയാത്ത ഒരു വിഭാഗം ഹിജാബ് ധരിക്കണം എന്നും പറഞ്ഞുകൊണ്ട് ഉണ്ടാക്കുന്ന പ്രശ്നങ്ങളാണിത്. നിങ്ങൾക്കറിയാമോ, 2018 കോടതി വിധിയുണ്ട്. ഹൈക്കോടതിയുടെ വിധി പ്രകാരം ഒരു സ്കൂളിലെ യൂണിഫോം പൂർണ്ണമായും എങ്ങനെയാവണം എന്ന് തീരുമാനിക്കുന്നത് ആ സ്കൂളിലെ മാനേജ്മെന്റ് ആണ്. കോടതി തന്നെ ആ മാനേജ്മെന്റിന് അതിനുള്ള എല്ലാ അധികാരവും നൽകിയിട്ടുണ്ട്. സ്കൂളിൽ ഷർട്ടാണോ, ടീഷർട്ടാണോ, പാന്റ് ആണോ, ചുരിദാറാണോ, ഓവർകോട്ട് വേണോ, ഇതൊക്കെയും തീരുമാനിക്കുന്നത് സ്കൂൾ മാനേജ്മെന്റ് ആണ്. നമുക്കറിയാം, ഇവിടെ അൽ അമീൻ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് മുസ്ലിം മാനേജ്മെന്റ് സ്കൂളുകളുണ്ട്. അവിടുത്തെ യൂണിഫോം നോക്കിക്കഴിഞ്ഞാൽ ഫുൾ കൈയുള്ള ടീഷർട്ട്, അതുപോലെ ഓൾമോസ്റ്റ് പൊതിഞ്ഞിട്ടുള്ള ടൈപ്പാണ്. ഒരു കോട്ട് ഉണ്ടെന്ന് തോന്നി, ഇപ്പൊ ഉണ്ടോന്ന് എനിക്കറിയില്ല. അതേപോലെ ഹിജാബ്, അത് മുസ്ലിം മാനേജ്മെന്റ് സ്കൂളാണ്. അവിടെ വരുന്ന വേറൊരു കുട്ടിയും ഇങ്ങനെ തന്നെയൊക്കെയാണ് ഡ്രസ് ചെയ്തിട്ട് വരുന്നത്. അതായത് ഇപ്പൊ മുസ്ലിം അല്ലാത്തൊരു കുട്ടി അവിടെ പഠിക്കുകയാണെങ്കിൽ പോലും ആ യൂണിഫോമിൽ നിന്ന് ആ കുട്ടിക്ക് മോചനമില്ല. ഇത്രയുള്ള കൈയിട്ടോണ്ട് എനിക്ക് വരണം എന്ന് പറഞ്ഞാൽ നടക്കില്ല. ബിക്കോസ് യൂണിഫോം ഇസ് എ യൂണിഫോം. അത് ഏത് മാനേജ്മെന്റ് സ്കൂളിലാണെങ്കിലും. ഇവിടെ കുറെ SDPI ആൾക്കാർ വന്ന് വലിയ രീതിയിലുള്ള ബഹളങ്ങൾ ഉണ്ടാക്കി. മാനേജ്മെന്റ് ഒരു രീതിയിലും വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറായില്ല. അങ്ങനെ വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറായാൽ എല്ലാ കുട്ടികൾക്കും അവരുടെ മതപരമായിട്ടുള്ള എല്ലാ ചിഹ്നങ്ങളും യൂണിഫോമിനൊപ്പം കൊണ്ടുവരാൻ നമ്മൾ അനുവദിക്കേണ്ടി വരും. അത് വിവേചനമല്ലേ കുട്ടികൾ ഉണ്ടാക്കുന്നത്? നിങ്ങൾ കോമൺ സെൻസ് ഉണ്ടെങ്കിൽ ഒന്ന് ചിന്തിച്ചു നോക്കുക. നിങ്ങൾ വലുതായതിനു ശേഷം മതം പറഞ്ഞ് തല്ലു പിടിച്ചുകൊണ്ടിരിക്കുന്നു. പിള്ളേരെങ്കിലും നിങ്ങൾക്ക് വെറുതെ വിട്ടൂടെ? അത് ചെയ്യുന്നില്ല. ഇതിലിപ്പോൾ വലിയ രീതിയിൽ വേറെ ഏതെങ്കിലും ഒക്കെ സ്കൂളുകളിൽ കോൺഫ്ലിക്റ്റ് ഉണ്ടാകുന്ന സമയത്ത് ഇടപെടുന്ന ഒരു വിദ്യാഭ്യാസ മന്ത്രി അപ്പൂപ്പൻ ഉണ്ടല്ലോ. അപ്പൂപ്പൻ എന്താ ഈ കാര്യത്തിൽ ഇടപെടാത്തത്? നമുക്കറിയാം, ഇടപെട്ടാൽ തന്നെ അപ്പൂപ്പൻ പറയാൻ പോകുന്നത് ഹിജാബ് ഇട്ടോട്ടെ എന്നാണ്. കാരണം അപ്പൂപ്പന്റെ പാർട്ടിയുടെ അജണ്ട ഏതാ? പിണറായി വിജയൻ അടക്കം ഈ കാര്യത്തിൽ പരാതി നൽകിയിട്ട് എന്താണ് സംഭവിച്ചതെന്ന് അറിയാമോ? ഇപ്പൊ ഈ സ്കൂൾ അടച്ചിടാൻ തന്നെ കാരണം അതാണ്. പരാതി നൽകിയിട്ട് ആ പരാതി പിൻവലിക്കണമെന്നും ഇത് വലിയ രീതിയിലുള്ള ന്യൂസ് ആക്കരുതെന്നും പറഞ്ഞ് ആ സ്കൂൾ മാനേജ്മെന്റിലെ അധികൃതരെ പ്രിൻസിപ്പളിനെ അടക്കം ഭീഷണിപ്പെടുത്തിയ സിറ്റുവേഷൻ ആണ് വരുന്നത്. ഇതിപ്പോ ഞാൻ പറയുമ്പോൾ ഇതൊന്നും യഥാർത്ഥ ഇസ്ലാം അല്ല എന്ന് പറയുന്ന വ്യക്തിയാണോ നിങ്ങൾ? എന്നാൽ ഇതുമായി ബന്ധപ്പെട്ട ഒരു വന്ന വാർത്തയുടെ കീഴിൽ വന്ന ഒരു കമന്റ് ഞാനിപ്പോ നിങ്ങൾക്ക് കാണിച്ചു തരാം. എന്നാ കഷ്ടം, ഇത് കേരളമാണ്. ഒന്നുകൂടി ഓർമ്മപ്പെടുത്തുന്നു, ഈ കേരളത്തെ ഭരണം നടത്തുന്നത് ഇടതുപക്ഷ സർക്കാരാണ്. ഒരു വിദ്യാർത്ഥിക്ക് ഒരു വിഷയമുണ്ടായാൽ അതിനെ എങ്ങനെ ഹാൻഡിൽ ചെയ്യണമെന്ന് ഇടതുപക്ഷ വിദ്യാർത്ഥി പ്രസ്ഥാനത്തിന്, അല്ലെ യുവജന പ്രസ്ഥാനത്തിന്, അതല്ലെങ്കിൽ LDF സർക്കാരിന് നന്നായി അറിയാം. നിങ്ങൾ മാനേജ്മെന്റ് സ്കൂളുകൾക്ക് എന്ത് തോന്നിയവാസവും കാണിക്കാം എന്നുള്ള ഒരു ധാരണയുണ്ടെങ്കിൽ അത് കേരളത്തിൽ നടപ്പോകില്ല. അശർത്തട്ടാണോ മൊത്തം? എല്ലാ മതങ്ങളെയും ഒരുപോലെ ചേർത്ത് പിടിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന ഒരു സർക്കാരാണ് ഈ കേരളത്തിൽ ഭരണം നടത്തുന്നത്. ഈ വിഷയത്തിൽ വിദ്യാഭ്യാസ മന്ത്രി ശിവൻകുട്ടിയുമായിട്ട് കേരളത്തിന്റെ മുഖ്യമന്ത്രിയായിട്ടും അധികാരപ്പെട്ടവർ നേരിട്ട് സംസാരിച്ചിട്ടുണ്ട്. ഇവിടെ ഭൂരിപക്ഷമായിക്കോട്ടെ ന്യൂനപക്ഷമായിക്കോട്ടെ ഏതൊരു മതത്തിന്റെ അടിസ്ഥാനത്തിൽ ജീവിക്കുന്നവരായിക്കോട്ടെ അവർക്ക് അവരുടെ മതത്തിന്റെ അടിസ്ഥാനത്തിൽ ജീവിച്ചു പോകാനുള്ള അവകാശം ഈ ഭരണഘടന നൽകുന്നുണ്ട് എന്നുള്ളത് ഒരിക്കലും മറക്കാൻ പാടില്ല. ഒരു ഓർമ്മപ്പെടുത്തൽ ലാൽസല. പിന്നെ കോൺഗ്രസിന്റെ കാര്യം പറഞ്ഞ് അവരെ പറയേണ്ട കാര്യമില്ല. പ്രതിപക്ഷം നിലനിൽക്കുന്നത് തന്നെ ഈ പറഞ്ഞ സുഡാപ്പികളുടെയും ലീഗിന്റെയും പിൻബലത്തിൽ തന്നെയാണ്. എന്തായാലും ഇവരെ പോലുള്ള വർഗീയവാദികളെ കൂട്ടുപിടിച്ചുകൊണ്ടുള്ള ഭരണമല്ല ഇടതുപക്ഷം കേരളത്തിൽ നടത്തുന്നത് എന്നുകൂടി ഓർക്കുക. നന്ദി പിണറായി വിജയൻ. ഈ കമന്റ് ചെയ്തിരിക്കുന്ന വ്യക്തിയുടെ പേര് ആയത്തുള്ള ഖുമൈനി നൌഷാദ് എന്നാണ്. ഇദ്ദേഹത്തിന്റെ ഒറിജിനൽ ഐഡിയ ആണ്. എല്ലാ മതവിഭാഗങ്ങൾക്കും അവരുടെ മതം അനുസരിച്ച് ജീവിച്ചു പോകാനുള്ള അവകാശം ഭരണഘടനയിൽ ഉണ്ടെന്നാണ് ഇദ്ദേഹം പറയുന്നത്. അത് വളരെ സത്യമാണ്. എനിക്ക് എന്റെ മതം പിൻപറ്റാനുള്ള എല്ലാ അവകാശവും ഭരണഘടനയിൽ ഉണ്ട്, സത്യമായിട്ടും ഉണ്ട്. പക്ഷെ അത് എവിടെ പിൻപറ്റണം എന്നുള്ളത് കൂടിയുണ്ട്. ആ ഭാഗം എന്താ താങ്കൾ വായിച്ചില്ലേ? എനിക്ക് ഇത് പിൻപറ്റുന്നതിന്, സ്വാതന്ത്ര്യത്തിന്, ഈ പറയുന്ന എല്ലാ അവകാശങ്ങൾക്കും പരിമിതികളുണ്ട്. എന്റെ എല്ലാ സ്വാതന്ത്ര്യവും മറ്റുള്ളവന്റെ മൂക്കുവരെ മാത്രമാണ്. ഒരു മാനേജ്മെന്റ് സ്കൂളിൽ തോന്നിയവാസം നടക്കില്ല എന്നാണ് ഇദ്ദേഹം എഴുതി വെക്കുന്നത്. മാനേജ്മെന്റ് സ്കൂളിൽ എന്ത് ചെയ്യണമെന്ന് തീരുമാനിക്കാനുള്ള എല്ലാ അവകാശവും കോടതിപരമായി, ഭരണഘടനാപരമായി മാനേജ്മെന്റ് സ്കൂൾ അധികൃതർക്കാണുള്ളതെന്ന് എന്താ ഇദ്ദേഹം വിഴുങ്ങിക്കളയുന്നത്? തോന്നിയവാസം നടക്കില്ല എന്ന് പറയുന്ന ഇദ്ദേഹം ആരാണ്? അതുപോലെ തന്നെ അധികാരപ്പെട്ടവർ പരാതി നൽകിയിട്ടുണ്ടെന്നാണ് പറയുന്നത്. മുഖ്യമന്ത്രിയുടെ ഓഫീസിലേക്കും അവിടെ ഇവിടെ. ആരാണ് അധികാരപ്പെട്ടവർ? തൃപ്പൂണിത്തുറയിലുള്ള SDPI നേതാവോ? അദ്ദേഹം എങ്ങനെയാണ് സ്കൂളിന്റെ കാര്യത്തിൽ അധികാരപ്പെട്ടവരാകുന്നത്? ഈ ബൈലോ ഒക്കെ വായിച്ചു നോക്കി സമ്മതിച്ച് ഒപ്പിട്ട വ്യക്തി പിന്നീട് അത് മാറ്റി പറയുന്നതിന്റെ ആ ഒരു യുക്തി എന്തുകൊണ്ടാണ് നിങ്ങൾ ചോദ്യം ചെയ്യാത്തത്? ഇവിടെ ഹിജാബ് ധരിച്ചുകൊണ്ട് പോകാൻ കഴിയുന്ന മാനേജ്മെന്റ് സ്കൂളുകളുണ്ടല്ലോ, എന്തുകൊണ്ടാണ് അവിടേക്ക് നിങ്ങൾ നിങ്ങളുടെ കുട്ടിയെ കൊണ്ടുപോയി ചേർക്കാത്തത്? നിങ്ങളുടെ നിയമങ്ങൾക്ക് എതിരായിട്ട് പ്രവർത്തിക്കുന്ന, അല്ലെങ്കിൽ അതിവിടെ പറ്റില്ല എന്ന് പറയുന്ന സ്ഥാപനത്തിൽ അത് പറ്റിക്കും. ആ ധാർഷ്ട്യത്തിന്റെ പേരെന്താണ്? അങ്ങനെ ചെയ്യാൻ പാടുണ്ടോ? ഇത് മാനുഷികമായി അല്ലെങ്കിൽ മാന്യമായി ജീവിക്കുന്ന ഒരു സമൂഹത്തിൽ ആളുകൾ ചെയ്യേണ്ട സംഗതിയാണെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? വ്യക്തിപരമായിട്ട് നിങ്ങളുടെ അഭിപ്രായം എന്താ? ഇപ്പൊ ഞാനൊരു ക്രിസ്ത്യാനിയാണ്, എനിക്ക് കൊന്ത ഇടണം അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ഇടണം എന്നും പറഞ്ഞുകൊണ്ട് ഞാനൊരു മുസ്ലിം മാനേജ്മെന്റ് സ്കൂളിൽ ചെന്ന് പ്രശ്നം ഉണ്ടാക്കുക. അവിടുത്തെ യൂണിഫോം അല്ല, എനിക്ക് ഇഷ്ടമുള്ള പോലത്തെ ഇട്ടോണ്ടാ ഞാൻ വരാം, ഞാൻ ചട്ടയും മുണ്ട് ഇട്ടുകൊണ്ട് വരും എന്ന് പറഞ്ഞ് ഞാൻ പ്രശ്നം ഉണ്ടാക്കാം. നിങ്ങൾ എന്ത് പറയും? എന്നോട് ചോദിക്കും തലക്ക് വെളിവില്ല. എന്നാ പിന്നെ ഏതെങ്കിലും ഗവൺമെന്റ് സ്കൂളിൽ പോന്നേ, എന്നിട്ട് അവിടെ ചെന്നിട്ട് കാണിക്കുന്നതൊക്കെ ഇതല്ലേ പറയുള്ളൂ. ഇതെടുത്ത് പറയുമ്പോൾ അത് വർഗീയതയാവില്ല. ഇതിനെ കോമൺ സെൻസ് എന്നാണ് നമ്മൾ പറയുന്നത്. ഒരുപാട് ആളുകൾ ഇതിനെ പ്രിവെന്റ് ചെയ്തുകൊണ്ട് വന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, മതം എന്ന് പറയുന്ന ഒരു സംഗതി മാത്രം എടുത്തു വെച്ചുകൊണ്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്ന സംഗതി ഇത് ആ കുട്ടിയുടെ അവകാശമാണെന്നാണ്. എന്ത് അവകാശം? അത് എവിടെയാണ് ആ അവകാശത്തിന് വേണ്ടി ചോദ്യം ചെയ്യുന്നത്? നിങ്ങൾ ഇവിടെ ഒരിക്കലും നിങ്ങൾ ഹിജാബ് ധരിക്കാൻ പാടില്ല, നിങ്ങൾ നിങ്ങളുടെ മതം പിൻപറ്റാൻ പാടില്ല എന്നാരും പറഞ്ഞിട്ടില്ല. എല്ലാവർക്കും അവരുടെ മതം പിൻപറ്റാം. അത് അതിന്റെ ലിമിറ്റിന്റെ ഉള്ളിലാണ്. അതിന്റെ അപ്പുറത്തേക്ക് കയറിയ ഒരു മതേതര രാജ്യത്ത് ഒരു വിഷയം ഉണ്ടാക്കുന്നതിന് ഒരു രീതിയിലും അംഗീകരിക്കാൻ കഴിയില്ല. ഇപ്പൊ DEO വഴി മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് പ്രഷറൈസ് ചെയ്ത് മാനേജ്മെന്റിനെ ഭീഷണിപ്പെടുത്തിയിരിക്കുകയാണ്.
നമ്മുടെ പിണറായി വിജയൻ സഖാവിന്റെ ഓഫീസിൽ നിന്നും ഇദ്ദേഹം പറയുന്നത് ഇടതുപക്ഷത്തിന് വേറെ ഒരു ഇതിന്റെയും തള്ളൊന്നുമില്ല ഇടതുപക്ഷം പിടിച്ചു നിൽക്കാനാണ്. നമുക്കറിയാം, നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന സംഗതിയാണ്. SDPIയുടെ പിന്തുണയോടുകൂടിയാണ് ഇടതുപക്ഷം ഇനി മത്സരിക്കാൻ പോകുന്നത്. നമ്മുടെ ഗോവിന്ദമാഷ് പറഞ്ഞതാ SDPI പണ്ട് വർഗീയതയെ കൊണ്ടായിരുന്നു, ഇപ്പൊ അവര് നന്നായിരുന്നു. ഇതൊക്കെ നിങ്ങൾ കേട്ടതല്ലേ? ആരും മെച്ചമല്ല. ഭരണം പിടിക്കാൻ വേണ്ടി ഇവര് കാണിക്കുന്ന കള്ളത്തരങ്ങളിലൂടെ നാളെ ബാധിക്കപ്പെടാൻ പോകുന്നത് നമ്മുടെ വരും തലമുറയാണ്. ഇപ്പൊ സമാധാനത്തോടെ ജീവിച്ചു പോകുന്ന നമ്മുടെ നാടാണെന്നുള്ളത് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു സംഗതിയാണ്. ഇനി UDF എന്താ മെച്ചമാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവരും ഇതേ നിലപാട് തന്നെയാണ് എടുക്കുന്നത്. ഒരു കാര്യവുമായി ബന്ധപ്പെട്ട്, ഒരു സ്ഥാപനവുമായി ബന്ധപ്പെട്ട് നിലനിൽക്കുന്ന കോടതി വിധികളോ അല്ലെന്നുണ്ടെങ്കിൽ അവിടെ മാന്യമായി നിലനിൽക്കുന്ന നിയമങ്ങളോ ഇതൊന്നും ബാധകമാക്കാതെ ഇങ്ങനെ ബഹളം ഉണ്ടാക്കുന്നതിലൂടെ എന്ത് സന്ദേശമാണ് ഇവർ ജനങ്ങൾക്ക് നൽകുന്നത്? ഇങ്ങനെയുള്ള ആളുകളെ തീർച്ചയായും കണ്ടറിഞ്ഞ് അധികാരത്തിൽ നിന്നും അകറ്റി നിർത്തേണ്ടത് നമ്മുടെ ഉത്തരവാദിത്തമാണ്. അല്ലെന്നുണ്ടെങ്കിൽ എല്ലാവർക്കും ഇവിടെ ജീവിക്കുക എന്നൊരു സംഗതി ഇനി നടപ്പാവില്ല. പിണറായി വിജയൻ പറയുന്ന പോലെ കേരളത്തിൽ ഇനി നടപ്പാവില്ല. കേരളം കയ്യിൽ നിന്നും പോയിക്കൊണ്ടിരിക്കുകയാണ്, നനഞ്ഞ ചന്ദ്രിക സോപ്പ് പോലെ. അപ്പോ തുടർന്ന് കാണുക പബ്ലിക് ഒപ്പീനിയൻ.